ഒരു അമൽനീര സ്റ്റൈലുണ്ട് പടത്തിന് പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. നമ്മൾ ഇത്രയും നാൾ കാണാത്ത രീതിയിലുള്ളൊരു ഇതായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് തോന്നില്ല, പക്ഷേ സിനിമാ ലവേഴ്സിന് സൂപ്പറായിരിക്കും. ബ്ലഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസ് ഉള്ള പടമാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ചെമ്പൻ വിനോദിൻ്റെ അനിയൻ ഉല്ലാസ് ചെമ്പൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ആക്ഷൻ ത്രില്ലർ അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട്. അപ്പോൾ ലുക്മാനൊക്കെ നായകനായിരുന്ന പടമാണ്. കണ്ടിറങ്ങിയ ഓഡിയൻസിനോട് എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായം ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തോ. നേരെ റിവ്യൂയിലേക്ക്. നന്നായിട്ടുണ്ടായിരുന്നു ബ്രോ. നമ്മൾ ഇത്രയും നാൾ കാണാത്ത രീതിയിലുള്ളൊരു ഇതായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ചെമ്പൻ ചേട്ടൻ്റെ ബ്രദറല്ലേ പടം ചെയ്തേക്കുന്നത്, നന്നായിരുന്നു. ഓക്കെ, ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നല്ലോ. അതെ, ഡിഫറെൻ്റ് ആയിരുന്നു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. കാര്യം നമ്മൾ കുറേ നാൾ കണ്ടുവന്ന രീതിയിലല്ല പോയേക്കുന്നത്. അത് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടു. കണക്കന്നെ എഡിറ്റിംഗ് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം വളരെ നന്നായിരുന്നു. കോസ്റ്റ്യൂംസ് എല്ലാം നന്നായിരുന്നു. അപ്പോൾ എല്ലാ ഓഡിയൻസും വർക്കാവും. അതെ, വർക്കാവും. എങ്ങനെ ഉണ്ടായി? കുഴപ്പമില്ല, നൈസ് പടമാണ്. കുഴപ്പമില്ല. ഒരു ഫൈറ്റ് അവന്മാരാ ചാപ്പിൾ എന്ന് പറഞ്ഞ പിള്ളേരുടെ മക്കൾ സൂപ്പറാണ്. അവന്മാർ മേക്കിംഗ് ആണോ മെയിൻ പടം? മേക്കിംഗ് ആണ്. സ്റ്റോറി ചാപ്പിൾ വെച്ചൊരു ഇടിയുണ്ട്, അത് പക്കാ പൊളി. ഓക്കെ, വേറെ ടൈപ്പ് ഡിഫറെൻറ്റ് മേക്കിംഗ് അല്ല, അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നമുക്ക് ഇഷ്ടപ്പെടണമെന്ന് തോന്നില്ല, പക്ഷേ സിനിമാ ലവേഴ്സിന് സൂപ്പറായിരിക്കും. പടം മൊത്തത്തിൽ നല്ല പടമായിരുന്നു. ഫൈറ്റ് സീനും എല്ലാം അടിപൊളിയായിരുന്നു, കണ്ടോണ്ടിരിക്കാം. സ്റ്റോറിയൊക്കെ എങ്ങനെയാണ്? ത്രില്ലർ വൈബാണ്? ഒരു ത്രില്ലർ വൈബാണ്. പിന്നെ കുറച്ച് സ്ലാഷർ എന്നുള്ളത് വേണേൽ പറയാം. നമ്മൾ മുമ്പിറങ്ങി എങ്ങനെയാണ് ഒരു ഡബിൾ ബാരൽ മൂഡൊക്കെ ആയിരുന്നു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ, അതിൻ്റെ അതുപോലെ തന്നെയാണ്. കൊള്ളാം. ലാസ്റ്റാണ് ഈ ഫയറിങ് ക്ലൈമാക്സ് കൊള്ളായിരുന്നത്. കൊള്ളാം, ഓവറോൾ കൊള്ളാം. നല്ല പടം, വൺ ടൈം വാച്ച്. ഒരു പുതുമയുള്ള എക്സ്പീരിയൻസ് ആണ്. ഒരു വെറൈറ്റീസ് ആണ്. കാര്യം ഈ അടുത്തിടെ കണ്ട സിനിമകളിലൊന്നും ഈ ഒരു ടൈപ്പ് ഓഫ് സിനിമകളുണ്ടല്ലോ, ഒരു വെസ്റ്റേൺ ടച്ചിൽ ഉള്ളൊരു പഴയ കാലഘട്ടത്തിലൊരു നൈസ് ഡബിൾ ബാരൽ മോഡലൊക്കെ ഒരു അങ്ങനല്ല, ഒരു അമൽനീര സ്റ്റൈലുണ്ട് പടത്തിന് പൊതുവെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ഗംഭീരമായിരുന്നു. പിന്നെ ആ ക്യാരക്ടേഴ്സ് ചെയ്തവരെല്ലാം ഉഗ്രം ക്യാരക്ടറുകളായിരുന്നു. എല്ലാ ഓഡിയൻസിനും വർക്കാവും. എല്ലാ ഓഡിയൻസിനും വർക്കാന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ആൾക്കാർക്ക് ഇത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. മൊത്തത്തിൽ പടം കൊള്ളായിരുന്നു. ആ ഫൈറ്റ് സീനൊക്കെ അടിപൊളിയൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ഫുള്ളൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആണോ? ഫുള്ളൊരു ആക്ഷൻ ഓറിയൻറ്റഡ് ആയിരുന്നു. നമ്മൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്ത് പോകരുത്, പക്ഷെ മേക്കിംഗ് സൂപ്പറാണ്. ബ്രോ, എങ്ങനെ ഉണ്ടായി സിനിമ? രസമൊന്നുമില്ല, വെറുതെ പറഞ്ഞതല്ല. ത്രില്ലറാണോ? ഇല്ല, അങ്ങനെയൊന്നും പറയാനില്ല. വെറുതെ കുറേ അടിയും കാര്യങ്ങളും അല്ല, മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ഒരു കാന്താര മേക്കിംഗ് സ്റ്റൈലൊക്കെ അങ്ങനെയൊന്നും പറയാനില്ല. കാന്താര വേറെ ലെവൽ പടം, ഇതങ്ങനെ ഇല്ല. എന്നാലും പോസിറ്റീവ് പറയാൻ പോസിറ്റീവ് എന്ന് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഫിലിമിനെ പറ്റി പ്രത്യേകിച്ച് അഭിപ്രായം പറയാൻ അത്ര ഗുണമായ ഫിലിമല്ല എൻ്റെ അഭിപ്രായം. ഓക്കെ, നമുക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ഉണ്ടോ? ലാസ്റ്റ് സീൻ കുറേ കൊള്ളാത്രേ ഉള്ളൂ. ത്രില്ലറാണ്, ഫൈറ്റൊക്കെ ആയിട്ട്. എങ്ങനെ ഉണ്ടായി പടം? പടം കുഴപ്പമില്ല, ഡിഫറെൻറ്റ് ടൈപ്പിൽ മേക്കിംഗ് പടം. ജോണർ എങ്ങനെ? ത്രില്ലറാണോ? ത്രില്ലറല്ല, ഒരു ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ട് വരുന്നത്. അവസാനം നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വെറൈറ്റി മേക്കിംഗ് സ്റ്റൈലാ. പിന്നെ എടുത്തു പറയാൻ എന്തുണ്ട്? പുള്ളി എല്ലാവരും ആക്ടിങ് നല്ല രസമുണ്ട്. മേക്കിംഗ് എല്ലാം കൊള്ളാം. ആക്ഷൻ സീക്വൻസ് ഒക്കെ അത്യാവശ്യം നല്ലോണമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ വയലൻസ് ഒക്കെ ഉള്ള പടമാണ്. കുറച്ചും കൂടെ ബ്ലഡും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ആക്ഷൻ സീക്വൻസ് ഉള്ള പടമാണ്. ഓക്കെ, ഫുൾ ആക്ഷൻ പ്രാധാന്യം നൽകിയുള്ള പടമാണ്. ആക്ഷൻ പ്രാധാന്യം. തിയേറ്റർ വാച്ചിനുണ്ട്. നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ട്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടും, വർക്കാവും എല്ലാവർക്കും. ഞങ്ങൾക്ക് കുറച്ചൊരു വർക്കായിട്ടുണ്ട്, വർക്കാവുമായിരിക്കും. ഓക്കെ.